നമസ്കാരം. എന്റെ പേര് KP ജയരാജ്. ഞാൻ കൃഷി വകുപ്പിൽ കൃഷി ജോയിന്റ് ഡയറക്ടറായി വിരമിച്ച ആളാണ്. ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു സംശയവുമില്ലാതെ വളരെ വ്യക്തമായും ശക്തമായും പറയാൻ പറ്റാവുന്ന ഒരു കാര്യമാണ് ഇപ്പോഴും നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളുടെ സാധ്യതകളും സൗകര്യങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് വളരെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്ന ഹോമിയോ മരുന്നുകൾ കൃഷിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ യാതൊരു തരത്തിലുള്ള ഗുണവും അല്ലെങ്കിൽ ആ രീതിയിലുള്ള സ്വാധീനവും നമ്മുടെ കാർഷിക മേഖലയിൽ ഈ പറയുന്ന മരുന്നുകൾ ഉണ്ടാക്കുന്നില്ല എന്നുള്ളത്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഒരു സർവകലാശാലയിലും ഒരു ഗവേഷണ സ്ഥാപനത്തിലും പ്രത്യേകിച്ച് കാർഷിക സർവകലാശാലകളിൽ ഒക്കെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ ഒരു പഠനത്തിലും ഇത് കാർഷിക മേഖലയിൽ ഗുണപരമായ സ്വാധീനം ചെലുത്തുന്നില്ല, ഉൽപാദന വർധന ഉണ്ടാക്കുന്നില്ല, സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നില്ല എന്ന് വളരെ വ്യക്തമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, കാർഷിക ഹോമിയോപ്പതി എന്ന് പറയുന്ന ഒരു സമ്പ്രദായമുണ്ട്. ആ സമ്പ്രദായം പ്രകൃതി ബന്ധു കൃഷി രീതികളോട് അല്ലെങ്കിൽ ജൈവ കൃഷി രീതികളോട് താല്പര്യമുള്ള ആളുകൾ രാസവളങ്ങളും കീടനാശിനികളും ഒന്നും ഉപയോഗിക്കുന്നില്ല, നമുക്ക് വലിയ രീതിയിൽ വരുമാനം വേണ്ട, സാമ്പത്തിക നേട്ടം വേണ്ട എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകൾ അവരവരുടേതായ ചിട്ടവട്ടങ്ങളും നിയമാവലികളും മാനദണ്ഡങ്ങളൊക്കെ അനുസരിച്ച് ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ് ഈ കാർഷിക ഹോമിയോപ്പതി. നമ്മളിപ്പോഴും ഈ സോഷ്യൽ മീഡിയയുടെയൊക്കെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രചരിപ്പിക്കുന്ന നമ്മുടെ ഈ ഹോമിയോ മരുന്നുകൾ അത്തരത്തിലുള്ള ഒരു നിയമങ്ങളോ ചട്ടങ്ങളോ മാനദണ്ഡങ്ങളോ അനുസരിക്കുന്നില്ല. 300 രൂപയോ 500 രൂപയോ പാവപ്പെട്ട കൃഷിക്കാരിൽ നിന്ന് വാങ്ങി ഈ മരുന്ന് വിൽപ്പന നടത്തി അതിൽ നിന്ന് വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു വിഭാഗം ആളുകൾ. ഈ അടുത്ത് കണ്ടൊരു വീഡിയോയിൽ പറഞ്ഞത് ചെടികൾക്ക് ഉപയോഗിക്കുന്ന ഈ മരുന്നുകൾ മനുഷ്യർക്ക് ഉപയോഗിക്കാം, മനുഷ്യർക്ക് കഴിക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ല. ഇത് സൂചിപ്പിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇത് ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള വിളകൾക്ക് ആവശ്യമായിട്ടുള്ള പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഹോമിയോപ്പതി ഒരു കപട ശാസ്ത്രം എന്നാണ് പറയുന്നത്. അത് അങ്ങനെയല്ല എന്ന് തെളിയിക്കാൻ ഇതുവരെ ഹോമിയോപ്പതിക്ക് സാധിച്ചിട്ടില്ല. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ പ്ലാസിബോ എഫക്ട് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അതായത് ഹോമിയോ മരുന്നുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ അസുഖം മാറുന്നു എന്നുള്ള ഒരു തോന്നൽ, ഒരു വിശ്വാസം, ഒരു പ്രതീക്ഷ, അത് ഈ ചെടികളിൽ ഒരു തരത്തിലും പ്രവർത്തിക്കുന്നില്ല. ചെടികൾക്ക് നാഡീ ഞരമ്പുകളില്ല, മനസ്സില്ല, ചിന്താശേഷിയില്ല, പ്രതീക്ഷകളോ വിശ്വാസങ്ങളോ ഇല്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഹോമിയോ മരുന്നുകൾ ചെടിയിൽ ആ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് നേരത്തെ തന്നെ ശാസ്ത്രം തെളിയിക്കപ്പെട്ടിട്ടുള്ളതും വിളിച്ചു പറഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഒരു തരത്തിലുള്ള ഗുണപരമായ സ്വാധീനവും നമ്മളിപ്പോഴും ഈ വില കൊടുത്ത് വാങ്ങുന്ന ഹോമിയോ മരുന്നുകൾ കൃഷിയിൽ ചെലുത്തുന്നില്ല എന്ന് നമ്മൾ വളരെ വ്യക്തമായിട്ട് ധരിക്കണം. വ്യാജ പ്രചരണങ്ങളും അതുപോലെ തന്നെ ഞാൻ ചെയ്തു, എനിക്ക് നല്ല രീതിയിലുള്ള ഗുണം കിട്ടി എന്ന് ചിലരെ കൊണ്ട് വ്യാജ അനുഭവ സാക്ഷ്യങ്ങളും പറഞ്ഞുകൊണ്ടാണ് ഇത് വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുന്നത്. നമ്മൾ ഇത്തരം കെണിയിൽ വീണു പോകാതെ ശ്രദ്ധിക്കണം. ഇത് പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാർഷിക ഹോമിയോപ്പതി എന്താണെന്നും ആരൊക്കെയാണ് അത് ചെയ്യുന്നതെന്നും എന്തൊക്കെയാണ് അതിന്റെ സവിശേഷതകളെന്നും അതോടൊപ്പം തന്നെ നമുക്കിപ്പോഴേ ഈ ഓൺലൈൻ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഓൺലൈൻ വിപണിയിൽ ഈ സോഷ്യൽ മീഡിയയുടെ സാധ്യതകൾ ഉപയോഗിച്ച് പ്രചരിപ്പിക്കുന്നത് കാർഷിക ഹോമിയോപ്പതിയുമായിട്ട് കുലബന്ധം പോലും ഇല്ലാത്ത വസ്തുക്കളാണ് എന്നും അതിന്റെ രീതികൾക്ക് അനുസൃതമായിട്ടേ അല്ല അത് തയ്യാറാക്കുന്നതും ഉപയോഗിക്കപ്പെടുന്നതും എന്നും ഒക്കെ തന്നെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം കൃത്യമായിട്ട് ഈ മരുന്നുകൾ ഞങ്ങൾ ഉപയോഗിക്കണോ, കാർഷിക മേഖല ഉപയോഗിക്കണോ വേണ്ടയോ എന്ന് പറയണം എന്ന് പറഞ്ഞിട്ടുള്ള ധാരാളം മെസ്സേജുകളും ഫോണുകളും ഒക്കെ തന്നെ കിട്ടുകയുണ്ടായി. അതുകൊണ്ട് ആവർത്തിച്ച് പറയുകയാണ്, ഇപ്പോഴും ഓൺലൈനിലൂടെ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളിലൂടെ വ്യാജ അനുഭവ സാക്ഷ്യങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്ന ഹോമിയോ ഗുളികകൾ ദയവ് ചെയ്ത് നമ്മുടെ കാർഷിക മേഖലയിൽ ഉപയോഗിക്കരുത്. കാരണം അത് ഒരു തരത്തിലുള്ള സ്വാധീനം ഉണ്ടാക്കുന്നില്ല എന്ന് മാത്രമല്ല, അത് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ശാസ്ത്രീയമായിട്ട് നിർബന്ധമായിട്ടും അനുവർത്തിക്കേണ്ട കൃഷിമുറകൾ ചെയ്യാത്തത് കൊണ്ട് വലിയ രീതിയിലുള്ള വരുമാന കുറവുണ്ടാകുന്നു, സാമ്പത്തിക നഷ്ടമുണ്ടാകുന്നു. അതിനേക്കാൾ ഉപരിയായിട്ട് പലപ്പോഴും വലിയ രീതിയിലുള്ള കൃഷിനാശം, വിളനാശം സംഭവിക്കുന്നു. അതുകൊണ്ട് ദയവേത് ഓർക്കുക,
ഇത്തരത്തിലുള്ള ഹോമിയോ മരുന്നുകൾ ഒരു തരത്തിലും നമ്മളെ വിളയെ ഗുണപരമായിട്ട് സ്വാധീനിക്കുന്നില്ല. അത് ശുദ്ധ തട്ടിപ്പാണ്. അതില് വീണു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മുഴുവൻ കർഷക സുഹൃത്തുക്കളും ശ്രദ്ധിക്കണം എന്ന് ഒരു വട്ടം കൂടെ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവരും ശ്രദ്ധിക്കുക. നന്ദി, നമസ്കാരം. കർഷകർക്ക് വേണ്ടി കർഷകരുടെ സർവകലാശാലയാണ് കർഷക വിദ്യാപീഠം. പ്രോത്സാഹിപ്പിക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി.